നമസ്കാരം, എൻ്റെ പേര് ജിക്സി ജോർജ്. മാക്കയ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പോളിക്ലിനിക് തൃശ്ശൂരിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്നുള്ളത്. സ്ട്രോക്ക് പ്രധാനമായും രണ്ട് തരത്തിലാണ് വരുന്നത്: ഇഷീമിക് സ്ട്രോക്ക് ആൻഡ് ഹെമറേജിക് സ്ട്രോക്ക്. ഇഷീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം നിലയ്ക്കുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. ഹെമറേജിക് സ്ട്രോക്ക് തലച്ചോറിലേക്ക് അമിതമായ രക്തപ്രവാഹം അഥവാ രക്തസ്രാവം ഉണ്ടാകുന്നത് മൂലമാണ് ഹെമറേജിക് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. സ്ട്രോക്ക് ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ BP ഷൂട്ട് ചെയ്തിട്ടാകാം. അതായത് നമ്മുടെ ജീവിത ശൈലി മൂലമോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് പണ്ടത്തേതിനേക്കാൾ. അത് കാരണം കൊണ്ടോ അല്ലെങ്കിൽ തെറ്റായ ജീവിത ശൈലികൾ മൂലമൊക്കെയാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും ഇതിന് കാണുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഫേസിൻ്റെ ഒരു സൈഡ് കോടിപ്പോവുക, അല്ലെങ്കിൽ ശരീരത്തിലെ ഒരു ഭാഗത്തിന് തളർച്ച, കൈയും കാലും തളർച്ച അനുഭവപ്പെടുക, നമുക്ക് ഡെയിലി ലൈഫിൽ ചെയ്തു വരുന്ന ആക്ടിവിറ്റീസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക, പിന്നെ സംസാരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതുപോലെ ഭക്ഷണം ഇറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇത്തരത്തിൽ എന്തെങ്കിലും സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പേഷ്യൻസിൻ്റെ മസിൽസിൻ്റെ ടോണ്, അവരുടെ എത്ര റേഞ്ച് അവർക്ക് പോകാൻ പറ്റുന്നുണ്ട്, അവരുടെ മസിൽസിൻ്റെ പവർ എന്താണ്, അവരുടെ ട്രങ്കിന് ബാലൻസ് ഉണ്ടോ, ബോഡി ബാലൻസ് എന്താണ്, ഇതൊക്കെ അസസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കും. അതിൽ സൈക്കോളജിക്കൽ സപ്പോർട്ടിന് വളരെ വലിയ ഒരു റോളുണ്ട്. നമ്മൾ പേഷ്യൻ്റ് സ്ട്രോക്ക് വന്ന് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കിടപ്പിലാവുമ്പോൾ അവർക്ക് മെൻ്റലി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല സൈക്കോളജിക്കൽ സപ്പോർട്ട് പേഷ്യൻസിന് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോപ്പറായിട്ടുള്ള റീഹാബിലിറ്റേഷനിലൂടെ മാത്രമേ ഒരാളെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. റീഹാബിലിറ്റേഷനിൽ നമ്മൾ ആദ്യം പേഷ്യൻറ്റിനെ പൊസിഷൻ ചെയ്യണം. അവരുടെ പൊസിഷൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അവരെ പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ ബ്രെയിൻ അതൊക്കെ മറന്നിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. നമ്മളതിനെ വീണ്ടും റീഎഡ്യൂക്കേറ്റ് ചെയ്ത് പൊസിഷനിങ് കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ ഫെർദർ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിൻറ്റുകൾ യൂസ് ചെയ്യാം. പലപ്പോഴും ഫുഡ് ഡ്രോപ്പ്, അതുപോലെ കൺട്രാക്ചേഴ്സൊക്കെ വന്ന് കാണാം. അപ്പോൾ നമ്മളത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്ലിൻറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യാം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മസിൽ സ്റ്റിമുലേഷൻ, അതായത് മസിൽസിൻ്റെ നോർമൽ ഫിസിയോളജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ ലോസ് ആയിട്ടുള്ള മസിൽ ഫിസിയോളജി മെയിൻറ്റെയിൻ ചെയ്ത് വരാനായിട്ട് മസിൽ സ്റ്റിമുലേഷൻ യൂസ് ചെയ്യാം. പിന്നീട് വരുന്നത് മസിൽസിൻ്റെ റീഎഡ്യൂക്കേഷനാണ്. വിവിധ തരം ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മസിൽസിനെ റീഎഡ്യൂക്കേറ്റ് ചെയ്തിട്ട് ആക്ഷൻസ് വീണ്ടെടുക്കാൻ സാധിക്കും. അതായത് PNF ടെക്നിക്ക്, പ്രൊപ്രിയോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫെസിലിറ്റേഷൻ, പിന്നെ ബൊബാത്ത്, റോഡ്സ് അപ്രോച്ച്, ഇത്തരത്തിലുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മസിൽസിനെ റീഎഡ്യൂക്കേറ്റ് ചെയ്യാം. അതൊരു പർട്ടിക്കുലർ പാറ്റേണിൽ, ഒരു പർട്ടിക്കുലർ പ്രഷർ, ട്രാക്ഷൻ അപ്രോക്സിമേഷനിലൊക്കെ നമ്മൾ മൂവ്മെൻറ്റ്സ് കൊടുത്തിട്ട് അവരുടെ മൂവ്മെൻറ്റ്സ് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യും. അതായത് മസിൽസ് ബലക്കുറവുണ്ടാവും അവരുടെ മസിൽസിനെ, അത് നമ്മൾ സ്ട്രെങ്തൻ ചെയ്തെടുക്കും. ബാലൻസ് പ്രോബ്ലം ഉണ്ടാവും, ബാലൻസ് കറക്റ്റ് ചെയ്യുക. അതുപോലെ ഗെയ്റ്റ് പാറ്റേൺ, അവരുടെ നടത്തത്തിൽ വ്യത്യാസം ഉണ്ടാവും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം വന്ന ഒരു പേഷ്യൻറ്റ് ജീവിതകാലം മുഴുവൻ തളർന്ന് കിടക്കുക, കട്ടിലിൻ്റെ മീതെ ഒരു കയറ് തൂക്കിയിട്ടുണ്ടാവും, അത് പിടിച്ച് എഴുന്നേൽക്കുക, അതിലവരുടെ ജീവിതം ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു. ഫിസിയോതെറാപ്പിയും ഒരുപാട് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ റോബോട്ടിക് തെറാപ്പി, അതുപോലെ മിറർ തെറാപ്പി, അങ്ങനെ ഒരുപാട് ടെക്നിക്സ് ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രോക്ക് എന്ന കണ്ടീഷൻ നമുക്ക് ഫിസിയോതെറാപ്പിയിലൂടെ എത്രയും പെട്ടെന്ന് നോർമൽ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഒട്ടും നേരം വൈകാതെ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടി അതിന് ശേഷം ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്, പ്രോപ്പർ റീഹാബിലിറ്റേഷനിലൂടെ കടന്ന് അവരെ നോർമൽ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഓർക്കുക, മെഡിസിൻ ജീവൻ നൽകുന്നു, ഫിസിയോതെറാപ്പി ജീവിതം നൽകുന്നു. താങ്ക് യു.